നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇരിപ്പുറക്കാത്ത പലരും നാട്ടിലുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കഴിഞ്ഞ ദിവസം നടത്തിയ ഹർത്താലും ഇത്തരം ഒരു സൂചന നൽകി. ആഗോള കോർപ്പറേറ്റുകൾക്കെതിരായ സമരം നടത്തുന്നതോടൊപ്പം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം കൂടിയായിരുന്നു അത്രേ അവരുടേത്. ഇടതുപക്ഷത്തിന് വ്യാപാരി വ്യവസായി സമിതി എന്ന മറ്റൊരു സംഘടനയുള്ളപ്പോൾ സ്വാഭാവികമായും പല സമയത്തും കോൺഗ്രസിന്റെ സഹായം തേടുക എന്നതായിരുന്നു ടി നസറുദ്ദീന്റെയും സംഘത്തിന്റെയും ഒരു രീതി. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെയും UDF-നെയും പലപ്പോഴായി സഹായിച്ചത്. സർക്കാർ അധികാരത്തിലേറിയ സമയത്തും സഹായവുമായി പോയി. ഒടുവിൽ 4.5 കൊല്ലം കഴിയുമ്പോഴും സഹായം തേടിപ്പോയി. ചായ കുടിച്ചോ എന്ന ചോദ്യം മാത്രമാണത്രേ തിരികെ കിട്ടിയത്. കഴിഞ്ഞ 4 കൊല്ലം മുമ്പ് ഞങ്ങളെല്ലാം പോയി. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, അന്ന് BM സുധീരനില്ല, അന്ന് കുഞ്ഞാലിക്കുട്ടി എല്ലാം കൂടി എഴുതി ഒപ്പിട്ടുന്ന കള്ളാസ് ഇപ്പോഴുണ്ട്. മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നമ്മളും കൂടി സഹായിച്ച് അധികാരത്തിൽ വന്ന് അവര് 5ാം മന്ത്രിയും 6ാം മന്ത്രിയും ഒക്കെ ഉണ്ടാക്കി കളിച്ച് നമ്മൾ മേലോട്ട് നോക്കി. തീരാൻ നേരത്തിൽ ഞങ്ങളെ വിളിച്ച് പോകാൻ നേരത്ത് കൈകൊട്ടി പോകാൻ നേരത്ത് ചോറ് കഴിച്ചോ എന്ന് ചോദിക്കുന്ന ചില പഹേരില്ലേ, പന്തലിൽ പോയാൽ വീട്ടിൽ കയറി ചെന്ന് 2 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ നീ ചായ കുടിച്ചിട്ടാണല്ലോ വന്നത് എന്ന് ചോദിക്കുന്ന പഹന്മാരില്ലേ. അതുപോലെ ഉമ്മൻചാണ്ടി ചോദിച്ച് ചായ കുടിച്ചിട്ടല്ലേ വന്നതെന്ന്. 4.5 കൊല്ലമായി പട്ടിണി എടുക്കുന്ന വേറെ മുമ്പേക്ക് അറിയാം. എന്നിട്ട് ചോദിച്ചു ചായ കുടിച്ചിട്ടല്ലേ വന്നതെന്ന്. ചായ കുടിച്ചിട്ടല്ല വന്നതെന്ന് തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെ തെളിയിക്കാൻ? പകരം കാപ്പി കുടിച്ച് മണപ്പിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ മുഖ്യമന്ത്രി തെളിവുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചേക്കും. വ്യാപാരി വ്യവസായികൾ എങ്ങനെ തെളിയിക്കും? വ്യക്തമായും പറയാണ്, ഞങ്ങൾ തൃശ്ശൂരിൽ വന്ന് യോഗം കൂടുന്നതിനൊരു ഉദ്ദേശമുണ്ട്. കേരളത്തിന്റെ നടുവായത് സെന്ററാണ്. ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ പോകുന്ന ഒരു കാലഘട്ടം. ഇവിടെ നിന്നാണ് ഞങ്ങൾ തിരിയാൻ പോകുന്നത്. ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണമെന്ന്. ഒരു കാലത്ത് 35 കൊല്ലം മുമ്പ് നമ്മളെ ഇടത്തോട്ട് പോയില്ല, വലത്തുകാരോട് പഠിപ്പിക്കണമെന്ന് വിചാരിച്ചപ്പോൾ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് എഴുത്തുകാരോട് പോയില്ല. സീമ EMS ഒരുപാട് വന്ന് പറഞ്ഞ് തൃശ്ശൂരത്തെ സമരം തീർത്താളി, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. അങ്ങനെയാണ് ഇരിക്കുന്നതിനാണ് ഞങ്ങളുടെ സംഘടന അംഗീകരിച്ചുകൊണ്ട് രമ്യതയിൽ ഒപ്പിട്ടത്. അതിനുശേഷം വലിയ കുഴപ്പമൊന്നുമില്ലാതെ കഴിഞ്ഞുപോയി. ഇനി അതിന് കഴിക്കാൻ നിർവാഹമില്ല. ഒരു തീരുമാനം എടുക്കാൻ സ്നേഹിച്ചവരെ തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങളുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നു. തീരുമാനമൊക്കെ കൊള്ളാം. എങ്ങനെ നടപ്പാക്കും? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ അതോ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുമോ? ഞങ്ങളുടെ ശബ്ദം അസംബ്ലിയിൽ ഈ പ്രാവശ്യം കേൾപ്പിക്കും എന്ന് ഉറപ്പിക്കും. ഏത് വിധയിലും കേൾപ്പിക്കും. നമ്മളെ ശബ്ദം മൈക്കിൽ കൂടി കേട്ടാ പോരാ. മൈക്ക നമ്മൾ പറഞ്ഞത് അതേപടി പറയുന്ന മൈക്കുണ്ട്, അതുപോലെ തർജ്ജമ ചെയ്ത് പറയുന്ന മൈക്കുണ്ട്. പലവരോട് നമ്മൾ പറഞ്ഞാൽ അതുപോലെ അവർ പറയില്ല. അവർക്കിത് അറിയില്ല, ഈ വസ്തുതകൾ പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളിൽ ആളുകൾ, നമ്മളോടൊപ്പമുള്ള ആളുകൾ, നമ്മളെ വികാരങ്ങൾ മനസ്സിലാക്കുന്നവർ, കച്ചവടക്കാരുടെ നേതൃത്വം കച്ചവടക്കാരെ ഏറ്റെടുത്ത പോലെ വ്യാപാരിയുടെ പ്രതിനിധി അടുത്ത അസംബ്ലിയിൽ എത്തിക്കാൻ വേണ്ട എല്ലാ നടപടിയും എടുക്കാൻ വേണ്ടി ഈ സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിനിധിയെ അസംബ്ലിയിൽ എത്തിക്കുന്നതൊക്കെ നല്ലതാണ്. വ്യാപാരികൾക്കൊരു സഹായമായെങ്കിലോ? വ്യാപാരികൾ മാത്രമല്ല, നാട്ടുകാരും ആഹ്ലാദിക്കും. എന്നാൽ നസറുദ്ദീനെ പോലുള്ളവർക്ക് സമൂഹത്തോടുള്ള കാഴ്ചപ്പാട് ആലോചിച്ചാൽ ഈ ജന്മത്തിൽ ഒരു പ്രതിനിധിയെ സഭയിലേക്ക് അയക്കില്ല. അതൊരു ഇടവേള കഴിഞ്ഞ്. ഞാൻ തേക്കങ്കാട് മൈതാനത്ത് വന്നിട്ട് ഈ ഭൂമി എനിക്ക് അളന്നു തരണമെന്ന് പറയുന്ന പോലെ അവകാശമില്ലാത്ത തരത്തിൽ ഭൂമി അളന്നു തരാൻ വേണ്ടി പറഞ്ഞപ്പോ